ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പരയുടെ അവസാന മത്സരം ട്രിവാൻഡ്രത്താണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളൊക്കെ ട്രിവാൻഡ്രത്ത് എത്തിക്കഴിഞ്ഞു. ഏറ്റവും വലിയൊരു പ്രത്യേകത സഞ്ജു സാംസൺ ട്രിവാൻഡ്രത്ത് കളിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ മത്സരം എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിന് വലിയ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദ്യം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് അവസരം കിട്ടുമോ എന്ന് പറയുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിലവിലത്തെ സഞ്ജുവിൻ്റെ പെർഫോമൻസ് ആണ് അതിനൊരു കാരണമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പം തിലക് വർമ്മ ഇഞ്ചേർഡാണ്. അദ്ദേഹം ഈ ഒരു സീരീസിൽ തന്നെ റൂൾഡ് ഔട്ട് ആയി പോയിരുന്നു. പക്ഷേ തിലക് വർമ്മ വേൾഡ് കപ്പ് ആകുന്ന സമയത്തുമ്പോഴത്തേക്കും തിരിച്ചു വരും എന്ന് പറയുന്നൊരു കാര്യമാണുള്ളത്. തിലക് വർമ്മ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ താരമാണ് എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സഞ്ജുവിനെ സംബന്ധിച്ച് ഇപ്പം ന്യൂസിലൻഡ് പരമ്പര അത്ര മികച്ചതല്ല എന്നുള്ളതാണ്. സഞ്ജു ആണിപ്പം ബാറ്റേഴ്സിൽ ഒരു മോശം ഒരു ഫോമിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താരം. ഇപ്പം ലാസ്റ്റ് മാച്ചിൽ 24 റൺസ് എടുത്തതാണ് തമ്മിലൊരു ഭേദപ്പെട്ട പെർഫോമൻസ്. അതിന് മുമ്പ് 0 ഗോൾഡൻ ഡക്കായി പോയി, പിന്നെ 6 റൺസിന് ഔട്ടായി പോയി, പിന്നെ 10 റൺസിന് ഔട്ടായി, അങ്ങനെ 40 റൺസാണ്, അതായത് ആവറേജ് 10. അങ്ങനത്തെ ഒരു മോശം അവസ്ഥയിലാണ് സഞ്ജു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ല അവസാനത്തെ 15 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതൊന്നുമല്ല. ആകപ്പാട് ഒരു 50 മാത്രമാണ്, അത് ഒമാനെതിരെ നേടിയതാണ്. ഇതിലിപ്പം മെജോറിറ്റി ഓഫ് മാച്ചസ് അദ്ദേഹം ഓപ്പണറായിട്ട് തന്നെയൊക്കെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പം സഞ്ജു ഈ ഒരു ന്യൂസിലൻഡ് പരമ്പരയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞപ്പം ഗില്ലിനെ പുറത്താക്കി വേൾഡ് കപ്പിനും ഈ ന്യൂസിലൻഡ് പരമ്പരയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ടീമിനെയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഓപ്പണർ എന്ന നിലയിൽ തന്നെ സഞ്ജുവിന് തിരിച്ചു വരാൻ സാധിക്കും. അപ്പം അതായിരുന്നു സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ള നിലയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പക്ഷേ ആ ഒരു തിരിച്ചുവരവ് ഇതേവരെ സാധ്യമായിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോഴും ഉള്ളത്. അതിപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഡൗൺ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫുട് വർക്ക് അതുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. ഇതൊക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നല്ല ഒരു ഇന്നിങ്സ്, ഇപ്പോൾ അദ്ദേഹം ഔട്ടാകുന്നത് പോലും നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ആകുന്ന തരത്തിലുള്ള വിക്കറ്റ്സ് അല്ല പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഉണ്ട്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ലാസ്റ്റ് ചാൻസ് ആയി മാറാൻ, അതായത് ട്രിവാൻഡ്രത്തെ ആ ഒരു ഇന്നിങ്സ് ഒരു ലാസ്റ്റ് ചാൻസ് ആയിട്ട് മാറാനുള്ള ഒരു സാഹചര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഇഷാൻ കിഷൻ മറ്റൊരു വിക്കറ്റ് കീപ്പറാണ്. അദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ 28, 76, 8 ഇങ്ങനെ 3 മത്സരങ്ങളിൽ തന്നെ 112 എടുക്കാനും നല്ല സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്താനും അദ്ദേഹം ഒരു നല്ല വിക്കറ്റ് കീപ്പറാണ്, ടോപ്പ് ഓർഡർ ബാറ്ററാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അപ്പം തിലക് വർമ്മ കൂടി വരുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ ഒരു സ്ഥാനം തെറിക്കുമോ എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇഷാൻ കിഷൻ നിലവിൽ 1 ഡൗൺ ആണ് കളിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഓപ്പണറായിട്ട് കളിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. തിലക് വർമ്മയെ ഒരിക്കലും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്ലെയറാണ് അദ്ദേഹം. ഇതുപോലത്തെ ബിഗ് മാച്ചസിലേക്ക് വരുമ്പോഴത്തേക്കും എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു റോളുണ്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബിഗ് ഹിറ്റ് ചെയ്ത് കളിക്കാനും ആങ്കർ ചെയ്ത് കളിക്കാനും ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ളൊരു താരമാണ് തിലക് വർമ്മ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാച്ച് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മത്സരത്തിലെ പെർഫോമൻസ് വളരെ ക്രൂഷ്യലാണ്. ഇപ്പം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നൊരു ഫാക്ടറൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഫോം എന്ന് പറയുന്നൊരു ഫാക്ടർ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പം അത് എന്താണെങ്കിലും പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് വേൾഡ് കപ്പിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഒരു മത്സരം തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തം മണ്ണിൽ അദ്ദേഹത്തിന് ആ പ്രൂവ് ചെയ്ത് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് മിഷൻ സൈനിങ് ഓഫ്.